നിത്യജീവിതത്തിൽ മനുഷ്യന് ധാരാളം ആവശ്യങ്ങളുണ്ട്. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യം ഇത്തരത്തിൽ ധാരാളം ആവശ്യങ്ങൾ മനുഷ്യന് നിത്യജീവിതത്തിൽ ഉണ്ട്. ഇത്തരത്തിലുള്ള മനുഷ്യൻ്റെ ആവശ്യങ്ങളെ രണ്ടായി തരംതിരിക്കാം. ഒഴിച്ചുകൂടാനാവാത്തതും മാറ്റിവെക്കാനാവാത്തതുമായ ആവശ്യങ്ങളെന്നും മാറ്റിവെക്കാൻ കഴിയുന്ന ആവശ്യങ്ങളെന്നും രണ്ടായി തരംതിരിക്കാം. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, വായു, ജലം ഇതെല്ലാം നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ആവശ്യങ്ങളാണ്. ഇവയില്ലാതെ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്രയാസകരമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം ആവശ്യങ്ങളെ നാം അടിസ്ഥാന ആവശ്യങ്ങൾ അഥവാ ബേസിക് നീഡ്സ് എന്നാണ് വിളിക്കുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ കൂടാതെ നമ്മുടെ ജീവിതത്തിൽ മറ്റു പലതരത്തിലുള്ള ആവശ്യങ്ങളും ഉണ്ടാവാറുണ്ട്. ഇത്തരം ആവശ്യങ്ങൾ നമുക്ക് പിന്നേക്ക് മാറ്റിവെക്കാനോ അവ ഇല്ലെങ്കിലും നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനോ സാധിക്കുകയും ചെയ്യും. നമ്മുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും സന്തോഷം വർദ്ധിപ്പിക്കുന്നതിനുമായി ആവശ്യമായി വരുന്ന വാഹനം, ആഭരണം, മൊബൈൽ ഫോൺ തുടങ്ങിയ ആവശ്യങ്ങളെ നാം വാണ്ട്സ് എന്ന പേരിലാണ് വിളിക്കുന്നത്. ഇത്തരം വസ്തുക്കൾ ഇല്ലെങ്കിലും നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായി സാധിക്കും. എന്നാൽ ഈ വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ജീവിത നിലവാരം ഉയരുകയും ജീവിതത്തിൽ സന്തോഷം വർദ്ധിക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ നീഡ്സ് എന്ന് പറഞ്ഞാൽ ഒഴിച്ചുകൂടാനാവാത്ത ആവശ്യങ്ങളാണ്. വാണ്ട്സ് എന്ന് പറഞ്ഞാൽ ജീവിത നിലവാരം ഉയർത്തുന്നതിനും സന്തോഷം വർദ്ധിപ്പിക്കുന്നതിനുമായി ആവശ്യമായി വരുന്ന ഘടകങ്ങളെയാണ് വാണ്ട്സ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ ആവശ്യങ്ങളെ പൂർത്തീകരിക്കുന്നതിനായി സാധന സേവനങ്ങൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. സാധന സേവനങ്ങൾ ഉപയോഗിച്ചാണ് നമ്മുടെ ആവശ്യങ്ങളെ നാം പൂർത്തീകരിക്കുന്നത്. ഈ സാധന സേവനങ്ങൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുകയാണ് ചെയ്യപ്പെടുന്നത്. അസംസ്കൃത വസ്തുക്കളും യന്ത്രങ്ങളും തൊഴിലും എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉൽപ്പാദകർ ഇവ ഉൽപ്പാദിപ്പിച്ച് വിപണനത്തിനെത്തിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളെ പൂർത്തീകരിക്കാനായി നാം അത് വാങ്ങി ഉപയോഗിക്കുന്നു. അപ്പോൾ ഒരു വസ്തു ഉൽപ്പാദിപ്പിച്ചെടുക്കുകയാണ് ചെയ്യപ്പെടുന്നത്. ഇത്തരത്തിൽ ഉൽപ്പാദിപ്പിച്ചെടുക്കാനായിട്ട് മറ്റു പല വസ്തുക്കളും ആവശ്യമായി വരും. ഇത്തരത്തിൽ ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന മറ്റു വസ്തുക്കളെ അഥവാ ഉൽപ്പാദന പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളെ നിവേശകം അഥവാ ഇൻപുട്ട് എന്നാണ് വിളിക്കുന്നത്. ഈ നിവേശകങ്ങൾ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന വസ്തുവിനെ ഉൽപ്പന്നം അഥവാ ഔട്ട്പുട്ട് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് കൊടുക്കുന്നത് നിവേശകങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ചെടുക്കുന്ന വസ്തുവിനെ ഉൽപ്പന്നം എന്നും വിളിക്കപ്പെടും. എന്താണ് ഇൻപുട്ട്, എന്താണ് ഔട്ട്പുട്ട് അഥവാ നിവേശകവും ഉൽപ്പന്നവുമാണ് നമ്മളിവിടെ പറഞ്ഞത്. ഉദാഹരണത്തിന് മുളയും മരത്തിൻ്റെ പൾപ്പും യന്ത്രങ്ങളുടെയും തൊഴിലാളികളുടെയും സഹായത്താൽ ഫാക്ടറികളിൽ വെച്ച് പേപ്പറുകളാക്കി മാറ്റുകയും അത് പിന്നീട് നോട്ട് ബുക്കാക്കി മാറ്റിയെടുക്കുകയും ചെയ്യും. ഇവിടെ മുളയും മരത്തിൻ്റെ പൾപ്പും നിവേശകങ്ങളാണ്. അവ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന ഉൽപ്പന്നമാണ് നോട്ട്ബുക്ക്. ഇത്തരത്തിൽ നിവേശകങ്ങളെ ഉൽപ്പന്നമാക്കി മാറ്റുന്ന പ്രക്രിയയാണ് പ്രൊഡക്ഷൻ അഥവാ ഉൽപ്പാദനം എന്നറിയപ്പെടുന്നത്. ഇത്തരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ മാർക്കറ്റിൽ വിൽപ്പനക്കെത്തിക്കുകയും ആവശ്യങ്ങളെ പൂർത്തീകരിക്കാനായി ഉപഭോക്താക്കൾ അവ വാങ്ങിച്ച് ഉപയോഗിക്കുകയും ചെയ്യും. ഇത്തരത്തിൽ ഒരു വസ്തു വാങ്ങിച്ച് ഉപയോഗിക്കുന്നതിനെ ഉപഭോഗമെന്ന് പറയും. ആരാണോ ഇത് വാങ്ങിക്കുന്നത് ആ വ്യക്തിയെ ഉപഭോക്താവ് എന്നുമാണ് പറയപ്പെടുന്നത്. ഉപഭോക്താക്കൾ വാങ്ങുന്ന അളവ് വർദ്ധിപ്പിക്കുമ്പോൾ ഉൽപ്പാദനവും വർദ്ധിപ്പിക്കേണ്ടതായി വരും. അതുകൊണ്ട് തന്നെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനായി ഉൽപ്പാദകർക്ക് പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്നത് 3 കാര്യങ്ങളാണ്. ഒന്നാമത്തേത് നിവേശകങ്ങളുടെ അളവ് വർദ്ധിപ്പിക്കുക. ഇൻപുട്ടിൻ്റെ അളവ് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഉൽപ്പന്നത്തിൻ്റെ അളവും വർദ്ധിക്കും. രണ്ടാമത്തേതാണ് സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുക. പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നതിലൂടെ ഉൽപ്പാദനം പെട്ടെന്ന് വർദ്ധിപ്പിക്കാനായി സാധിക്കും. മൂന്നാമതായി പറയുന്നത് ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുക. ഉൽപ്പാദന മേഖലയിൽ ഉപയോഗിക്കുന്ന ഉൽപ്പാദന ഘടകങ്ങളുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിലൂടെയും ഉൽപ്പാദനം പെട്ടെന്ന് വർദ്ധിപ്പിക്കാനായി സാധിക്കും. ചുരുക്കത്തിൽ നിവേശകങ്ങളും ഉൽപ്പന്നവും തമ്മിൽ ഒരു ബന്ധം നിലനിൽക്കുന്നുണ്ട്. നിവേശകങ്ങളുടെ അളവ് വർദ്ധിപ്പിക്കുമ്പോൾ ഉൽപ്പന്നത്തിൻ്റെ അളവ് വർദ്ധിക്കും. നിവേശകത്തിൻ്റെ അളവ് കുറയ്ക്കുമ്പോൾ ഉൽപ്പന്നത്തിൻ്റെ അളവും കുറയ്ക്കും. അപ്പോൾ ഉൽപ്പന്നം എന്ന് പറയുന്നത് നിവേശകങ്ങളുടെ ഒരു പ്രവർത്തനമാണ്. ഒരു നിശ്ചിത കാലയളവിൽ ഉൽപ്പാദന പ്രക്രിയയിൽ ഉപയോഗിച്ചിട്ടുള്ള നിവേശകങ്ങളും
അവ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഉൽപ്പന്നങ്ങളുടെ അളവും തമ്മിലുള്ള സാങ്കേതിക ബന്ധമാണ് ഉൽപ്പാദന ധർമ്മമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓർത്തു വെക്കേണ്ടതാണ്, എന്താണ് ഉൽപ്പാദന ധർമ്മമെന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് ഒരു നിശ്ചിത കാലയളവിൽ ഉൽപ്പാദന പ്രക്രിയയിൽ ഉപയോഗിച്ചിട്ടുള്ള നിവേശകങ്ങളും അവ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഉൽപ്പന്നത്തിൻ്റെ അളവും തമ്മിലുള്ള സാങ്കേതിക ബന്ധമാണ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഉൽപ്പാദന ധർമ്മം. അതിനെ നമുക്കൊരു ഇക്വേഷനായിട്ട് എഴുതാനായിട്ട് സാധിക്കും. Q സമം ഫങ്ഷൻ ഓഫ് NLKO. ഇതിൽ Q എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി അഥവാ ഉൽപ്പന്നത്തിൻ്റെ അളവിനെയാണ് സൂചിപ്പിക്കുന്നത്. N എന്ന് പറയുന്നത് ഉൽപ്പാദന ഘടകമായിട്ടുള്ള ഭൂമിയെയും, L എന്ന് പറയുന്നത് ഉൽപ്പാദന ഘടകമായിട്ടുള്ള തൊഴിലിനെയും, K എന്ന് പറയുന്നത് ഉൽപ്പാദന ഘടകമായിട്ടുള്ള മൂലധനത്തെയും, O എന്ന് പറയുന്നത് ഉൽപ്പാദന ഘടകമായ സംഘാടനത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. അഥവാ ഉൽപ്പാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവയുടെ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായി ഉണ്ടായി വരുന്ന ഒന്നാണ് ഉൽപ്പന്നം. ഉൽപ്പാദന ഘടകത്തിൻ്റെ അളവിലുണ്ടാകുന്ന മാറ്റം ഉൽപ്പന്നത്തിൻ്റെ അളവിനെയും സ്വാധീനിക്കുന്നു.